അച്ഛനൊരു സുഹൃത്തുണ്ടായിരുന്നു. വളരെ ദുഃഖിതനായിരുന്നു, വൈഷമ്യാവസ്ഥയിലായിരുന്നു. എന്തു ചെയ്യും? വ്യാപാരത്തിലും വളരെയധികം നഷ്ടം സംഭവിച്ചു. വീട്ടിൽ സമാധാനമില്ലാതെയായി. എല്ലായിടത്തും പരാജയം സംഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ജ്യോത്സ്യനെ കാണുവാനായി പോയി. അദ്ദേഹം പറഞ്ഞു, അങ്ങിപ്പോൾ താമസിക്കുന്ന വീടാണ് അങ്ങേക്ക് ഈ അവസ്ഥയുണ്ടാകാൻ കാരണമെന്ന്. അതുകൊണ്ട് വേഗം വീട് മാറുക. അങ്ങനെ അദ്ദേഹം വീട് മാറി. എന്നിട്ടും ആ സമസ്യയ്ക്ക് ഒരു പരിഹാരവും ഉണ്ടായില്ല. അപ്പോൾ ഒരു പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞത്, അങ്ങിപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രത്തിന്റെ നിറമുണ്ടല്ലോ, അതാണ് അങ്ങേക്ക് വിപത്ത് ക്ഷണിച്ചുകൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ വസ്ത്രങ്ങളെ ദയവായി മാറ്റുക എന്ന്. അങ്ങനെ അദ്ദേഹം അതിലും മാറ്റം വരുത്തി. എന്നിട്ടും അതിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. പിന്നീട് അദ്ദേഹം മറ്റൊരു പണ്ഡിതനെ കണ്ടു. ആ പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങയുടെ ചുറ്റുമുള്ള ആൾക്കാരാണ് അങ്ങയുടെ വിജയം ഒരിക്കലും ആഗ്രഹിക്കാത്തതെന്ന്. അവരങ്ങയുടെ ദോഷമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവരുമായുള്ള ബന്ധം ഉപേക്ഷിക്കുക. അങ്ങനെ അദ്ദേഹം അതും ഉപേക്ഷിക്കുകയുണ്ടായി. എന്നിട്ട് പോലും ജീവിതത്തിൽ ഒരു മാറ്റവും അദ്ദേഹത്തിന് ഉണ്ടായതേയില്ല. അങ്ങനെ ആ മനുഷ്യൻ സ്വന്തം വീട് മാറി, സ്വന്തം വസ്ത്രങ്ങൾ മാറി, സ്വന്തം ബന്ധങ്ങൾ വരെ മാറ്റി. പക്ഷെ മാറ്റം വരുത്താത്തത് സ്വഭാവത്തിൽ മാത്രമായിരുന്നു. അപ്പോൾ സ്വഭാവം തന്നെയാണ് ഏറ്റവും മഹത്വപൂർണമായ കാര്യം. ഈ സ്വഭാവം തന്നെയാണ് നിങ്ങളുടെ വ്യക്തിത്വവും രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് സ്വഭാവത്തെ മെച്ചപ്പെടുത്തുക. അങ്ങനെ ശുഭകരമായ മാറ്റമുണ്ടാകുന്നതാണ്. എല്ലാ കാര്യങ്ങളും മംഗളമായി ഭവിക്കും.